പുതുവത്സര പുലരിയിൽ കുടുംബം കലക്കി തങ്കുവിന്റെ പുതിയ ഉടായ്പ് എൻമിഷൻ 2025. കുപ്രസിദ്ധ വചനക്കൊള്ളക്കാരനും കുടുംബം കലക്കിയുമായ തീവട്ടി തങ്കു ട്രാൻസ് സിനിമയെ വെല്ലുന്ന വചനക്കൊള്ളയാണ് നടത്തുന്നത് എന്ന് ഞങ്ങൾ പലവട്ടം തെളിവുകൾ സഹിതം നൽകിയിട്ടുള്ളതാണ്. അതിനുള്ള ഏറ്റവും പുതിയ ഉദാഹരണം ഇതാ കാണുക. ഈ വരുന്ന പുതുവത്സര ദിനത്തിൽ എൻമിഷൻ എന്ന പേരിൽ ഒരു മെഗാ സ്റ്റേജ് ഷോ അദ്ദേഹം കോട്ടയത്തെ നെഹ്റു സ്റ്റേഡിയത്തിൽ നടത്തുകയാണ്. ട്രാൻസ് ഫിലിം കണ്ടിട്ടുള്ളവർക്കറിയാം, ഇത്തരം പൈശാചിക കൾട്ടുകൾ വളരെ പ്രൊഫഷണലായി കൃത്യമായ പ്ലാനും പദ്ധതിയും അനുസരിച്ചാണ് ആത്മീയത ബാധിച്ച മുണ്ണവിശ്വാസികളെ വലയിലാക്കുന്നത്. അവരുടെ കയ്യിൽ നിന്നും തട്ടിയെടുക്കുന്ന ഫണ്ട് ഉപയോഗിച്ച് പല ലാഭകരമായ ബിസിനസ്സുകളും ഇവർ നടത്തുന്നു. വളരെ മോഡേൺ അപ്രോച്ചാണ് ഇവർ ഇക്കാര്യത്തിൽ സ്വീകരിക്കുന്നത്. ഹൈ വോൾട്ടേജ് പരിപാടിയിലൂടെ ഇവർ ലക്ഷ്യം വെക്കുന്നത് നല്ല സ്പെൻഡിങ് കപ്പാസിറ്റിയുള്ള യുവജനതയെയാണ്. അവരെ ത്രസിപ്പിക്കുന്ന ലൈറ്റ് ആൻഡ് സൗണ്ട് ഷോയുടെ അകമ്പടിയോടെയുള്ള ബാൻഡാണ് തീവട്ടി തങ്കു ഇത്തവണ ഒരുക്കിയിരിക്കുന്നത്. പുതുവത്സര പുലരിയിൽ ഒറ്റ ദിവസം കൊണ്ട് 10 കോടി രൂപ പെട്ടിയിൽ വീഴിക്കുവാനുള്ള പരിപാടികളാണ് തങ്കു ഇത്തവണ ആസൂത്രണം ചെയ്തിരിക്കുന്നത്. ന്യൂ ഇയർ പരിപാടികളുമായി ബന്ധപ്പെട്ട് സ്പോൺസർമാർക്ക് കൊടുക്കുവാൻ തയ്യാറാക്കിയ ആ ബ്രോഷർ കാണുക. ഒരു ആത്മീയ പരിപാടിയുടെ യാതൊരു ഫീലും ഈ ബ്രോഷറിന് കൊടുത്തിട്ടില്ല. ഒരു ഹൈ വോൾട്ടേജ് ബാൻഡ് പെർഫോമൻസ് എന്ന രീതിയിലാണ് പരിപാടി കൺസെപ്ച്വലൈസ് ചെയ്തിരിക്കുന്നത്. പക്ഷേ മുണ്ണവിശ്വാസികൾ ഇതൊന്നും അറിയുന്നില്ല. അവർ ഇതൊന്നും അറിയാതെ ഏതോ ആത്മീയ പരിപാടിയാണെന്നോർത്താണ് പോകുന്നത്. ബ്രാൻഡ് പ്രൊമോഷനുള്ള ഏറ്റവും മികച്ച വേദിയാണ്. അതിനുള്ള മൾട്ടി ഡയമെൻഷണൽ ബെനിഫിറ്റ്സ് ആണ് ഇവർ ഓഫർ ചെയ്യുന്നത്. ആ ബ്രോഷർ കണ്ടാലും തങ്കുവിൻ്റെ ന്യൂ ഇയർ പരിപാടിക്ക് 3 കാറ്റഗറികളിലായാണ് സ്പോൺസർഷിപ്പ് മാർക്കറ്റിംഗ് നടത്തുന്നത്. ഫസ്റ്റ് കാറ്റഗറി ടയർ 1 15 ലക്ഷം രൂപയാണ് ഇതിന് നൽകേണ്ടുന്നത്. തങ്കു സ്റ്റേജിൽ നിന്ന് തള്ളുമ്പോൾ ഇതുപോലെയുള്ള അഡ്വർടൈസ്മെന്റ് കൊടുക്കും. പിന്നെ പല പല ഡെലിവറബിൾസും ഉണ്ട്. രണ്ടാമത്തെ കാറ്റഗറി ടയർ 2 10 ലക്ഷം രൂപ. മൂന്നാമത്തെ കാറ്റഗറി ടയർ 3 5 ലക്ഷം രൂപ. പിന്നെ എത്ര രൂപ വേണമെങ്കിലും സ്പോൺസർഷിപ്പായി കൊടുക്കാം. പകരം ബാരിക്കേഡിൽ അവരുടെ ബാനർ കെട്ടാം. തങ്കു ഇത്തവണ സ്പോൺസർഷിപ്പ് പിടിക്കുവാൻ നേരിട്ടിറങ്ങുവാൻ കാരണം മുണ്ണകൾ പഴയതുപോലെ കാശ് കൊടുക്കുന്നില്ല എന്നതുകൊണ്ടാണ്. ഹെവൻലി ഫീസ്റ്റ് എന്ന് പറയുന്നത് പണ്ട് കടം കൊണ്ട് മുടിഞ്ഞ് ഞരമ്പ് കണ്ടിച്ച് ആത്മഹത്യക്ക് ശ്രമിച്ച തങ്കുവിൻ്റെ ഭാര്യയ്ക്കും തങ്കുവിൻ്റെ കുടുംബത്തിനും ആഡംബര ജീവിതം നയിക്കുവാൻ ആണ് എന്ന് മനസ്സിലാക്കിയതിനെ തുടർന്നാണ് മുണ്ണകൾ ഇപ്പോൾ പണം നൽകുവാൻ വിസമ്മതിക്കുന്നത്. തങ്കുവിൻ്റെ പൈശാചിക സഭയിൽ പോകുന്നവരുടെ തലയെണ്ണി എങ്ങനെയാണ് ബ്രോഷർ ഉണ്ടാക്കി വിൽക്കുന്നത് എന്ന് കാണുക. ലോകമെമ്പാടും 10 ലക്ഷത്തിലധികം വിശ്വാസികൾ, 1 ലക്ഷത്തിലധികം ആളുകൾ ഈ പരിപാടി ലൈവായി കാണും. 18,000 പേർ നെഹ്റു സ്റ്റേഡിയത്തിൽ പരിപാടി കാണാനെത്തും. ലോകമെമ്പാടും 150-ലധികം സഭകൾ. ഓടിവ ഈ പരിപാടി വന്ന് സ്പോൺസർ ചെയ് എന്നാണ് തങ്കു പറയുന്നത്. മുണ്ണങ്ങളുടെ തല പോലും എണ്ണി മാർക്കറ്റ് ചെയ്ത് കാശ് വാങ്ങുന്നു. തീവട്ടി തങ്കുവിൻ്റെ പൈശാചിക കൂട്ടായ്മയുടെ സാത്താൻ സഭ പരിപാടി സ്പോൺസർ ചെയ്യുന്ന സ്ഥാപനങ്ങളുടെ കഷ്ടകാലമാണ് വരാൻ പോകുന്നത്. അതുപോലെ അമേരിക്കയിൽ ഇവൻ്റെ പൈശാചിക കൂട്ടായ്മയിൽ പെട്ടുപോയ നിരവധി പേർ ഞങ്ങളെ വിളിക്കുകയുണ്ടായി. കോട്ടയത്ത് പുതുവത്സരത്തിൽ നടത്തുന്ന പരിപാടിക്ക് എല്ലാവരും നിർബന്ധമായി കുറഞ്ഞത് $100 വെച്ചെങ്കിലും കൊടുക്കണമെന്നാണ് തങ്കുവിൻ്റെ ആവശ്യം. അവർക്ക് തങ്കുവിൻ്റെ കിങ്കരന്മാർ അയച്ച ആ മെസ്സേജ് കേൾക്കുക. എല്ലാവരുടെയും പ്രത്യേക ശ്രദ്ധയ്ക്ക് നമ്മുടെ ഡിസംബർ 31 മീറ്റിംഗിന്റെ ഓഫറിംഗ്, നാട്ടിലെ മീറ്റിംഗിന്റെ ഓഫറിംഗിന്റെ കാര്യം നമ്മൾ ഓൾറെഡി പറഞ്ഞിരുന്നല്ലോ. അത് ജിലു ബ്രദർ ആയിരിക്കും കോർഡിനേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് നിങ്ങൾ എല്ലാ സ്ഥലത്തെയും ലീഡേഴ്സ് ജിലു ബ്രദറിനെ വിളിക്കുകയോ അല്ലെങ്കിൽ ജിലു ബ്രദർ അവരെ വിളിക്കുകയോ ചെയ്തിട്ട് എത്ര ഡോളർ അവിടെ കിട്ടിയെന്നുള്ളത് ഒന്ന് എഴുതിയിട്ട് എന്നെ ഒന്ന് അറിയിക്കണം. ചിലർ എനിക്ക് നേരിട്ട് അയച്ചിട്ടുണ്ട്. അവരോടും കൂടെ അവര് പറഞ്ഞാൽ അതും കൂടെ എന്നെ ഒന്ന് അറിയിക്കണം. എൻ്റെ അക്കൗണ്ട് അയച്ചേക്കുന്നത് എനിക്കറിയാം. എന്നാലും ഏതെങ്കിലും മിസ്സായി പോയെങ്കിൽ അപ്പൊ ജിലുബർ മിക്കവാറും നമ്മുടെ ലീഡേഴ്സിനെ എല്ലാവരെയും വിളിക്കുക. എന്നിട്ട് ആ ഏരിയയിൽ എത്ര രൂപ ഉണ്ട്, അവരുടെ കയ്യിൽ എത്ര രൂപ ഉണ്ട്, അതൊക്കെ എല്ലാം കീപ്പ് ചെയ്യാൻ പറയുക. എന്നിട്ട് അതിന്റെ ടോട്ടൽ എമൗണ്ട് എന്നെ ഒന്ന് അറിയിക്കാം. ഓക്കെ. പുതുവത്സരത്തിൽ നടത്തുന്ന ഈ പരിപാടിയിൽ ഇവൻ എങ്ങനെയും ആളെ കൂട്ടും. കാരണം തങ്കുവിൻ്റെ ഒരു മസിൽ ഷോ ആണിത്. ഇത് കാണിച്ചിട്ടാണ് തുടർന്നുള്ള മാർക്കറ്റിംഗ്. ഇവരുടെ കയ്യിൽ നിന്നെല്ലാം കുറഞ്ഞത് 3 തവണ തങ്കു സ്തോത്ര കാഴ്ചപ്പെടുന്നു. തങ്കു പപ്പയ്ക്കുള്ള പുതുവത്സര കൈനീട്ടം എന്ന് പറഞ്ഞാണ് പണം പിടുങ്ങുന്നത്. സ്പോൺസർഷിപ്പിൽ നിന്ന് മാത്രം ചിലവും ലാഭവും ഉണ്ടാക്കും. ലക്ഷങ്ങൾ സ്പോൺസർഷിപ്പും ലോകമെമ്പാടുന്നുള്ള കോടികളുടെ സംഭാവനകളും. എന്ത് കച്ചവടം ചെയ്താൽ ഇത്രയും പണം കുറഞ്ഞ സമയത്തിനുള്ളിൽ വന്നു ചേരും. അതുകൊണ്ട് അടുത്ത വർഷമെങ്കിലും തങ്കുവിനെ പോലെ ഒരു പൈശാചിക സഭ ഉണ്ടാക്കിയാൽ നിങ്ങൾക്കുമാകാം കോടീശ്വരൻ. പ്രത്യേകിച്ച് വിദ്യാഭ്യാസ യോഗ്യതയുടെ ആവശ്യമില്ല, പാരമ്പര്യം ആവശ്യമില്ല, മുതൽ മുടക്കില്ല. ആവശ്യം വേണ്ടുന്നത് നല്ല തൊലിക്കട്ടിയും ഉളുപ്പില്ലായ്മയും. i2i News, an eye for truth.
i2i ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.